KSU പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലാണ് തമ്മിലടി. KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. അതേസമയം സംഭവത്തിൽ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. നൃപൻ, ഈ വാർത്ത പുറത്തുവിട്ടത് നൃപനാണ്. പക്ഷേ KSU ഈ സമയം വരെയും ഇതിനോടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ലഭ്യമായ പ്രതികരണങ്ങൾ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ പ്രതികരണമാണ് വരുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് പോലും KSU ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. KPCCയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു. അത് നിയോഗിക്കല്ലാതെ വേറെ നിവർത്തില്ല. കാരണം അത്തരത്തിൽ നേതൃത്വത്തെ വളർത്താനുള്ള ഒരു പരിശീലന പരിപാടി പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും KSU ഭാരവാഹികൾ അടക്കം പങ്കെടുക്കുന്ന ഒരു പരിശീലന പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു തമ്മിൽ തല്ല് ഭാരവാഹികൾക്കിടയിൽ നടക്കുന്നത്. ക്യാമ്പസുകൾ സർഗാത്മകമാക്കേണ്ട വിദ്യാർത്ഥികളാണ് കടന്ന് തല്ലുന്നത്. തീർച്ചയായും മിനിഷ, നമ്മൾ എന്താണ് ഈ വാർത്ത നൽകിയത്? നമ്മൾ നൽകിയ വാർത്ത ഇന്നലെ രാത്രി KSUവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ സംഘർഷമുണ്ടാകുന്നു, നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഈ നേതാക്കൾ ഒക്കെ തന്നെ മദ്യപിച്ച് ബോധം കെട്ടാണ്, ഈ ലഹരിയിലാണ് ഈ സംഘർഷമെല്ലാം നടന്നത്. തിരുവനന്തപുരത്ത് 2 പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട KSU നേതാക്കൾ ചികിത്സ തേടി എന്ന വിശദാംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടത്. മാത്രമല്ല, ഈ വാർത്ത ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും KSUവിനോ പ്രത്യേകിച്ച് KPCCക്കോ നിരാകരിക്കാനാകില്ല. ഈ ക്യാമ്പിനുള്ളിൽ നടന്ന മർദ്ദനത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. ചോര തളം കെട്ടി നിൽക്കുന്നത് ഈ ക്യാമ്പ് നടക്കുന്ന ഹാളിനുള്ളിൽ തന്നെ കാണാൻ കഴിയും. ഒപ്പം തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ സാന്നിധ്യമായി അവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ ദൃശ്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വിനിഷ സൂചിപ്പിച്ചതുപോലെ ഇനി KSUവിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇതിങ്ങനെ നിഷേധിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. പുതിയ വാർത്തകൾ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് വിനിഷ. KSUവിൻ്റെ ക്യാമ്പ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം KPCC നേതൃത്വം നൽകിയിരിക്കുന്നു. തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ക്യാമ്പ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നെയ്യാർ നടക്കുന്ന തെക്കൻ മേഖല ക്യാമ്പാണ് നിർത്തിവെക്കാൻ KPCC നേതൃത്വം, KPCC അധ്യക്ഷൻ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ക്യാമ്പ് നിർത്തിവെച്ചാൽ പ്രമേയം അവതരിപ്പിക്കില്ല എന്നതാണ് ലഭിക്കുന്ന പ്രമേയവും അവതരിപ്പിക്കില്ല. അതായത് ഇന്ന് 12 മണിക്ക് ക്യാമ്പ് അവസാനിപ്പിക്കും. അതിനനുസരിച്ച് സംഘാടകർ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി നേതാക്കൾ തമ്മിൽ കൂട്ടത്തല്ലിലേക്ക് പോയി. അങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. KPCC നേതൃത്വം തന്നെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇടപെടുകയുണ്ടായി. അതാണ് നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത് നിരാകരിച്ച് മുമ്പോട്ട് പോയാലും KPCC അധ്യക്ഷൻ നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് പഴകുളം മധു, MM നസീർ, AK ശശി എന്നീ 3 നേതാക്കളെ ഇതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ കമ്മീഷൻ വച്ചിരിക്കുകയാണ്. KPCC തന്നെ ഇതിൻ്റെ വിശദീകരണക്കുറിപ്പിൽ നമുക്ക് അയച്ചു തന്ന വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: KSU സംഘർഷം അന്വേഷിക്കാൻ 3 അംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു, MM നസീർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി എന്നിവരെ അന്വേഷിക്കാൻ K സുധാകരൻ തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അന്വേഷണ റിപ്പോർട്ട് KPCC പ്രസിഡന്റിന് നേരിട്ട് കൈമാറണം എന്നതാണ് അധ്യക്ഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ ക്യാമ്പ് നടക്കുമ്പോൾ KPCC അധ്യക്ഷൻ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നതായിരുന്നു ഔദ്യോഗികമായി റിലീസിൽ അറിയിച്ചിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുണ്ട് നെയ്യാർഡാമ്പൂരെ സഞ്ചരിക്കാൻ. അതുകൊണ്ട് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് UDFൻ്റെ യോഗത്തിൽ അദ്ദേഹം 3/4 മണിക്കൂറോളം പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അതിനുശേഷവും KSUവിൻ്റെ ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. VD സതീശൻ്റെ അടുത്ത അനുയായിയാണ് നിലവിലുള്ള KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. KSUവിൻ്റെ A വിഭാഗത്തിൻ്റെ പറ്റിലാണ് വന്നതെങ്കിലും ഇപ്പോൾ VD സതീശനുമായി അടുപ്പം പുലർത്തുന്ന ആളാണ്. കാരണം ഔദ്യോഗിക വിഭാഗം പൂർണ്ണമായി KC വേണുഗോപാലും VD സതീശനും പിടിച്ചടക്കിയ സ്ഥിതിയുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജബി മേത്തർ A വിഭാഗത്തിൻ്റെ പറ്റിൽ വരുന്നു. VD സതീശനൊപ്പം KC വേണുഗോപാലിനൊപ്പം ചേരുന്നു. അലോഷി KSU A വിഭാഗത്തിൻ്റെ ഭാഗമായി വരുന്നു. രണ്ടാമത് VD സതീശനും KC വേണുഗോപാലിനൊപ്പം ചേരുന്നു. ഒപ്പമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം A വിഭാഗം
വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ രണ്ടാമത് അടുപ്പം പുലർത്തുന്നത് ഇപ്പോൾ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനൊപ്പമാണ്. അങ്ങനെ ഏകപക്ഷീയമായി വി.ഡി. സതീശൻ തന്നെയാണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം മടങ്ങിയ ശേഷം ആണ് ഇന്നലെ രാത്രിയോടുകൂടി സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി DJ പാർട്ടി KSUവിൻ്റെ പരിപാടിക്കുണ്ടായിരുന്നു. DJ പാർട്ടിക്കകത്ത് പുറത്തുനിന്ന് ഒരു വാഹനത്തിൽ മദ്യം എത്തിച്ച് നൽകിയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തെ നഗരത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിവരം നമ്മൾ കൈരളി ന്യൂസിൽ പങ്കുവയ്ക്കാത്തത് ഇത് ഒരു വിഭാഗം മാത്രം പറയുന്ന കാര്യമാണ്. മറുഭാഗത്തിൻ്റെ സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. പോലീസ് സ്വാഭാവികമായി ലഹരി ഉപയോഗിച്ച് നടത്തിയ സംഘർഷത്തിൽ അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ആ ഘട്ടത്തിൽ വരും. വളരെ നാണക്കേടും കളങ്കവും ഉണ്ടാകുന്ന തരത്തിൽ KSUവിൻ്റെ നേരത്തെ വിരീക്ഷ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ KSU പ്രവർത്തകരെ കണ്ടെത്താൻ നേതൃത്വം വഹിക്കേണ്ട KSU നേതാക്കൾ തന്നെ മദ്യപിച്ച് മദ്യലഹരിയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് രാവിലെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്. അതുകൊണ്ട് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ KPCC അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു. കെ സുധാകരൻ തന്നെയാണ് നേരിട്ട് കമ്മീഷനെ വച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടിന് മുമ്പായി ഈ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ ഈ മൂന്നംഗ കമ്മീഷണർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല KSUവിൻ്റെ പഠന ക്യാമ്പ് നിർത്തിവെക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിനീഷ. നൃപൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് വെറും ഒരു കോൺഗ്രസിലെ ഇളമുറക്കാരുടെ തമ്മിൽ തല്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാഗ്വാദമല്ല. മദ്യലഹരിയിലായിരുന്നു. അതും KSU വിദ്യാർത്ഥി ഭാരവാഹികൾ നേതാക്കൾ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം സംസ്ഥാന അധ്യക്ഷനടക്കം ഉണ്ടായിരുന്നു ഈ ക്യാമ്പിൽ, ഈ ആഘോഷത്തിൽ, ഈ തമ്മിത്തല്ലിൽ, ഈ തമ്മിലടിയിൽ, ഈ കൂട്ടത്തല്ലിൽ എല്ലാം പങ്കെടുത്തത് KSUവിൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ. നാളത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, നാളത്തെ രാഷ്ട്രീയത്തെ നയിക്കേണ്ട ആളുകളാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ തമ്മിൽ തല്ലുണ്ടാക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ വാർത്തകൾ റിപ്പോർട്ടുമ്പോൾ ചെന്ന് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഭാവിയിൽ യൂത്ത് കോൺഗ്രസിനെയും പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ KSUവിനെയും UDN ഭാരവാഹിത്വത്തിലൊക്കെ വരേണ്ട നേതാക്കളാണ്. ഇവരാണ് പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത്. വി.ഡി. സതീശൻ തന്നെ പലവരും കേരളത്തിലെ ക്യാമ്പസുകളെ സംബന്ധിച്ച് SFIക്കെതിരെ നിശ്ചിതമായി അദ്ദേഹം വിമർശനം ഉന്നയിക്കാറുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾ ഗുണ്ടകളുടെ കേന്ദ്രമായി മാറിയെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം നേരത്തെ പലവട്ടം അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചത്. പക്ഷേ വി.ഡി. സതീശൻ തന്നെ ഉന്നയിച്ച ഒരു ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പഠന ക്യാമ്പിൽ അവരുടെ സംസ്ഥാന ലീഡർഷിപ്പിലെ നേതാക്കൾ മദ്യപിച്ച് ലഹരിയിൽ മതിമറന്ന് പരസ്പരം ഏറ്റുമുട്ടി എന്നതാണ്. അതുകൊണ്ട് വിനിഷ പങ്കുവച്ച ആശങ്ക വളരെ വലുതാണ്. അത് KPCC നേതൃത്വം അത് കാണുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു. കാരണം വാർത്തകൾ ഏത് തരത്തിലായാലും ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം KSU എന്ന് പറയുന്നത് ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. വലിയ നേതാക്കൾ ഇന്ന് നാം മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടിയെ പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന AK ആൻ്റണിയെ പോലെ KC വേണുഗോപാലിനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലെയൊക്കെ നേതാക്കൾ വളർന്നു വന്ന പ്രസ്ഥാനമാണ് KSU. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലവിലുള്ള തലമുറ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. അവരുടെ സംസ്ഥാന ക്യാമ്പിൽ തന്നെ ഇങ്ങനെ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് പരിശോധിക്കേണ്ടത് കോൺഗ്രസ് ലീഡർഷിപ്പാണ്. അത് പരിശോധിക്കും എന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു. ശുഭകരമായ വാർത്ത ഈ പറഞ്ഞ KPCC അധ്യക്ഷൻ നേരിട്ട് ഉടൻ തന്നെ ഇടപെട്ടു. ആ വാർത്തയെ അദ്ദേഹം ഇതുവരെ നിഷേധിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തന്നെ കമ്മീഷനെ വച്ചു. കമ്മീഷന് നേരിട്ട് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മുമ്പായി കമ്മീഷൻ റിപ്പോർട്ട് നൽകണമെന്നാണ്. മറ്റൊരു കാര്യം കൂടി വിനിഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ക്യാമ്പ് നിർത്തിവെക്കാനുള്ള നിർദ്ദേശവും KPCC അധ്യക്ഷൻ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുമതലക്കാരെ അറിയിച്ചിട്ടുണ്ട്. DCC നേതൃത്വത്തിനോട് സ്വാഭാവികമായി വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ പാലോട് രവിയാണ്. അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഫുഡ് കമ്മിറ്റി അടക്കമുള്ള സംഘാടക ചുമതലയുണ്ടായത്. ഹാൾ ഒരുക്കിയത്, അവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തത് ഒക്കെ തന്നെ തലസ്ഥാനത്തെ DCCയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളൊക്കെ തന്നെ 2 ദിവസമായി ഉണ്ടായിരുന്ന ക്യാമ്പിൽ പകൽ സമയത്ത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് രാത്രിയോടുകൂടി അവിടുത്തെ സംഘാടന ചുമതലയുള്ള ഈ പാറശാല മണ്ഡലം പ്രസിഡന്റ് അടക്കം അവിടെ നിന്ന് പോയ ശേഷമാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അടക്കം ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ നമ്മൾ വിളിച്ചിരുന്നപ്പോൾ അവരൊക്കെ പറഞ്ഞത് തങ്ങൾ ഈ സംഘർഷ സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവർക്ക് എങ്ങനെ മദ്യം അതിനകത്ത് ക്യാമ്പിനുള്ളിൽ ലഭിച്ചു എന്നതാണ്. ഒരു വാഹനത്തിൽ ഒരു നേതാവ് തന്നെ മദ്യം ഇവർക്ക് വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന DJ പാർട്ടിയിൽ മദ്യപിച്ചിട്ടാണ് സംസ്ഥാന ഭാരവാഹികളടക്കം നൃത്തം വച്ചത് എന്നതാണ് അകത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. പലരും മദ്യലഹരിയിലായിരുന്നു. ആ ആഘോഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ഭാരവാഹികളൊക്കെ തന്നെ ഇത് പരിശോധിച്ച് വി.ഡി. സതീശൻ അടക്കം ഇത് തിരുത്തൽ നടപടിക്ക് പരിശോധിക്കാനും ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകും എന്ന് തന്നെയാണ് സ്വാഭാവികമായി ഏവരും കരുതുന്നത്. അതാണ്
സ്വാഭാവികമായി ഈ കാര്യങ്ങളെ നിരാകരിച്ച് പൂർണ്ണമായി തള്ളിക്കളയുകയല്ല വേണ്ടത്. വസ്തുതകൾ യാഥാർത്ഥ്യമാണ്. കാരണം വിഷ്വലുകളാണ്, ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിനും സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനോട് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് മുന്നിൽ, കൈരളിക്ക് മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ നിഷേധിച്ചിരുന്നാലും അദ്ദേഹത്തിന് കോൺഗ്രസിന് മുന്നിൽ നടന്ന സംഭവം പറയേണ്ടി വരും. വിനിഷ. ശരി നൃപൻ, KSU പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലാണ് തമ്മിലടി. KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അതേസമയം സംഭവത്തിൽ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ക്യാമ്പ് നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശവും KPCC നൽകിയിട്ടുണ്ട്. നൃപൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നൃപൻ, ആശയങ്ങളെ കൊണ്ട് നേരിടേണ്ടുന്നവരാണ് വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത്. അത് ഏത് വിദ്യാർത്ഥി സംഘടനകളായാലും വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങളുടെ വക്താക്കളാവേണ്ടവരാണ്. ആ സമരങ്ങൾക്ക് കൊടിപിടിക്കേണ്ടവരാണ്. ആ ആശയങ്ങളെ, വിദ്യാർത്ഥികളുടെ ആശയങ്ങളെ അധികാരികളുടെ മുന്നിൽ എത്തിക്കേണ്ടവരാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത്. അത് ഏത് വിദ്യാർത്ഥി സംഘടനയായാലും. അല്ലാതെ ഇമാതിരി പരിശീലന ക്യാമ്പ് വെച്ച് തോന്നിയാസം കാണിച്ച് കൂട്ടുകയല്ല വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യേണ്ടത്. KSUവിൻ്റെ സംസ്ഥാന തെക്കൻ മേഖല ക്യാമ്പിലെ തമ്മിൽ തല്ലിൻ്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. തെക്കൻ മേഖല പരിശീലന ക്യാമ്പ് നെയ്യാർ ഡാമിൽ വെച്ച് നടക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു മദ്യപിച്ച് പരസ്പരം തമ്മിൽ തല്ലുന്ന, പരസ്പരം കൊമ്പ് കോർക്കുന്ന രീതിയിലേക്ക് KSU സംസ്ഥാന ഭാരവാഹികളടക്കം നീങ്ങിയത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിൻ്റെ നേതൃത്വത്തിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു തമ്മിൽ തല്ല് നടന്നത്. നൃപൻ ചക്രവർത്തി ലൈനിൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നൃപൻ, ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചത് ആശയങ്ങൾ കൊണ്ട് നേരിടേണ്ടവരാണ് ഓരോ വിദ്യാർത്ഥി സംഘടനകളും. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് അധികാരികളുടെ ബന്ധപ്പെട്ടവരുടെ മുന്നിലെത്തിക്കാൻ അവകാശ സമരങ്ങൾക്ക് കൊടി പിടിക്കേണ്ടുന്നവരാണ് വിദ്യാർത്ഥി സംഘടനകൾ. അത്തരത്തിലാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം സർഗാത്മകമാകുന്നത്. അല്ലാതെ ഇത്തരത്തിൽ പരിശീലന പരിപാടി വെക്കുകയും അവിടെ ലഹരി കൊണ്ടുവന്ന് പരസ്പരം കൊമ്പ് കോർക്കുന്ന രീതിയിലേക്കല്ല ഒരു വിദ്യാർത്ഥി സംഘടന മാറേണ്ടത്. ഏത് രീതിയിലാണ് കേരളത്തിലെ, സംസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ KSU ഒരു മാതൃകയാവുന്നത്? വിനിഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മറുപടി പറയേണ്ടതും ചിന്തിക്കേണ്ടതും കേരളത്തിലെ KSUവും പ്രത്യേകിച്ച് KPCC നേതൃത്വമാണ്. അവർക്ക് സംഘടനാ ചുമതലയുണ്ട്. KSUവിന് സംഘടനാ ചുമതല നൽകിയിട്ടുള്ള നേതാക്കളുണ്ട്. KPCC അധ്യക്ഷൻ സ്വാഭാവികമായി കാര്യങ്ങളിൽ വിശദീകരണം അവരോട് ചോദിക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഗൗരവതരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിർ, പാലക്കാട് നടന്ന ചിന്തൻ ശിബിറിൽ തന്നെയാണ് ഒരു ദളിത് വനിതാ നേതാവായ ഒരു പെൺകുട്ടിയെ കൂടെയുള്ള സഹപ്രവർത്തകന് പീഡിപ്പിക്കാൻ ചിന്തൻ ശിബിറിലുണ്ടായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത് കൈരളി ന്യൂസാണ്. ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നു. അത് ഏറ്റവും ഗൗരവതരമായ കാര്യം, ലീഡർഷിപ്പിനെ ഈ പെൺകുട്ടി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു, രേഖാമൂലം കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. ഈ വലിയ വാദോരാതെ സംസാരിക്കുന്ന നേതാക്കൾ അത് പോലീസിന് റെഫർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ആഭ്യന്തരമായി ഒതുക്കി തീർത്തു എന്നതാണ്. അത് വസ്തുതയാണ്. അത് കഴിഞ്ഞ ശേഷം അവരുടെ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് ചാറ്റും കൈരളി ന്യൂസ് മുമ്പ് പുറത്തുവിട്ടിരുന്നു. അതിൽ നേതാക്കൾ പരസ്പരം സമ്മതിക്കുന്നുണ്ട്, അന്നുണ്ടായ വിഷയത്തിൽ നമ്മൾ പരസ്പരം പരിഹരിച്ചിരുന്നു. അന്ന് ലീഡർഷിപ്പ് ആണ് ഇടപെട്ട് ഇത് പരിഹരിച്ചത്, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന സ്ഥിരീകരണ വാർത്തയും കൈരളി ന്യൂസ് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. KSUവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ മോശം പ്രവണത കണ്ടുവരുന്നു. ഒപ്പം തന്നെ നേതാക്കൾ തന്നെ പരസ്പരം തമ്മിൽ തല്ലുന്നു. വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാണ് ഭാവി കേരളത്തിൽ KSUവിൻ്റെ മുഖമെന്ന് പറയുന്നത്. അവരാണ് ക്യാമ്പസുകളിൽ പോയി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കേണ്ടത്, സംഘാടകരായി മാറേണ്ടത്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വിദ്യാർത്ഥി കൂട്ടം എങ്ങനെയാണ് ആശയപരമായി സംഘടിക്കുന്നത് എന്നതിനുള്ള തെളിവാണ്. കാരണം VD സതീശനാണല്ലോ നേരത്തെ പലതവണ പറഞ്ഞതാണ്, വലിയ തരത്തിൽ മാധ്യമങ്ങളിലൂടെ SFI എന്ന് പറയുന്ന സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, കേരളത്തിലെ ക്യാമ്പസുകളിൽ സാംസ്കാരികമായും സാമൂഹ്യമായും വലിയ പിന്തുണയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായി വിജയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളുടെ കൂട്ടമെന്നാണ് VD സതീശൻ പറഞ്ഞത്. ആ VD സതീശൻ തന്നെ ഉദ്ഘാടനം ചെയ്ത പഠന ക്യാമ്പിനകത്താണ് മദ്യപിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് ബോധരഹിതരായി ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത തരത്തിൽ സ്വന്തം ഒപ്പം സഞ്ചരിക്കുന്ന സഹപ്രവർത്തകനെ മർദ്ദിക്കുകയല്ല, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ഞരമ്പ് പൊട്ടി രക്തം ഒലിക്കുന്ന ദൃശ്യങ്ങളാണ്, ആ വിഷ്വലുകളാണ്
ഈ പറഞ്ഞ രക്തം തളം കെട്ടി കിടക്കുന്ന വിഷ്വലാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പരിക്ക് ഇത്തിരി ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് മൂടി വയ്ക്കാൻ കഴിയുന്നതല്ല. കാരണം പോലീസ് സ്വാഭാവികമായി അന്വേഷിക്കുകയാണെങ്കിൽ ക്രിമിനൽ കേസാണിത്. അതിൽ അവർക്ക് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും. സംഭവത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ KSU നേതാവ് തന്നെ അവിടെ പറയേണ്ടി വരും. സ്വാഭാവികമായും ഈ അന്വേഷണ കമ്മീഷൻ കോൺഗ്രസ് വച്ചിട്ടുള്ള KPCC വച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷന് മുന്നിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഒപ്പം തന്നെ മർദ്ദനത്തിൽ പരിക്കേറ്റയാളും ഈ സംഘർഷത്തിൽ പങ്കാളികളായിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണുന്ന നേതാക്കളോടും വിശദീകരണം ചോദിക്കും. അവരും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടി വരും. ഇത്തരം സംഭവങ്ങൾ എത്ര കണ്ട് മൂടി വയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും അത് സ്വാഭാവികമായി പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് കൈരളി ന്യൂസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ രാവിലെ മുതൽ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ച് കൊണ്ടിരിക്കുന്നത്. വിനിഷ. ശരി, നൃപൻ, KSU പരിശീലന ക്യാമ്പ് തമ്മിൽ തല്ലുണ്ടായ KSU പരിശീലന ക്യാമ്പ് നിർത്തിവെക്കാൻ KPCC നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്നലെ എന്താണ് സംഭവം ഉണ്ടായത് എന്ന് ഇന്ന് വൈകുന്നേരത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെയും KPCC നിയോഗിച്ചിരിക്കുന്നു. നൃപൻ ചക്രവർത്തിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.